ഈ ശബരിമല എന്ന് പറയുന്നത് ഒന്നിച്ചെടുത്തുകൊണ്ട് പോകത്തില്ല. ഹനുമാൻ എങ്ങാണ് ഇവരുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ പണ്ട് മരുത്തോമല എടുത്തുകൊണ്ട് പോയില്ലേ എന്ന് പറയുന്നത് പോലെ ഇത് എടുത്തുകൊണ്ട് പോയനെ മൊത്തം കൂടെ. പരസ്പരം ഭിന്നതയാണ്. ഒരാളിലെ ഞണ്ടിൻ്റെ സ്വഭാവമാണ്. ഒരുത്തൻ മേളിലോട്ട് വലിഞ്ഞു കയറുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ്റെ കാലെ പിടിച്ച് നേരെ താഴോട്ടിടും. എന്നിട്ട് എവൻ കയറാൻ പോകുമ്പോൾ വീണ്ടും ഒരുത്തൻ അവൻ്റെ കാലെ പിടിക്കും. പല കുടുംബങ്ങളിലും വഴക്കുണ്ടാകുക, പരസ്പരം വഴക്കുണ്ടാകുക എന്നൊക്കെ പറയുന്ന അംഗങ്ങൾ തമ്മിൽ, കുടുംബാംഗങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുക എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു സംഭവമാണ്. പലയിടത്തും മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും. അത് വഴക്കൊന്നും ഉണ്ടായില്ലെങ്കിൽ ആ ജീവിതം ഒരിക്കലും ശരിയാവത്തുമില്ല. പക്ഷേ വഴക്കെന്ന് പറയുന്നതിന് ഒരു മര്യാദയുണ്ട്. അതിൻ്റെ പരിധി ലംഘിച്ചു കഴിഞ്ഞാൽ, അതായത് പരസ്പരം ഒരംഗത്തിനെ തോൽപ്പിക്കാനിടയാവുന്ന ഒരു വിധത്തിൽ സംസാരിക്കാനിടയായാൽ അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ ഈ കോൺഗ്രസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതൊരു കുടുംബം എന്ന് ഞാൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെ കുടുംബം തന്നെയാണ്. ഇവരെന്താ ഈ കാട്ടിക്കൂട്ടുന്നത്? ഇതിലെ നേതാക്കൾ എന്താ ചെയ്യുന്നത്? ഇവർക്ക് പരസ്പരം എന്തെങ്കിലും ഒരു ഐക്യമുണ്ടോ? ഒന്നുമില്ല. പരസ്പരം ഭിന്നതയാണ്. ഒരാളിലെ ഞണ്ടിൻ്റെ സ്വഭാവമാണ്. ഒരുത്തൻ മേളിലോട്ട് വലിഞ്ഞു കയറുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ്റെ കാലെ പിടിച്ച് നേരെ താഴോട്ടിടും. എന്നിട്ട് എവൻ കയറാൻ പോകുമ്പോൾ വീണ്ടും ഒരുത്തൻ അവൻ്റെ കാലെ പിടിക്കും. ഈ രീതിയിലാണ് ഈ ഞണ്ടിൻ്റെ സ്വഭാവമാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആളെ കോൺഗ്രസ് ഇന്ന് പുറത്താക്കിയ ഒരാളാണ്. അയാളെ ഈ പുറത്താക്കി കഴിഞ്ഞതിന് ശേഷം അയാളെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട വല്ല കാര്യമുണ്ടോ കോൺഗ്രസ്സിന്? ഇവർ കൊണ്ടുവന്ന് അടി വാങ്ങിച്ചു കൊടുക്കുകയാണ് ഈ ഇലക്ഷനുമായിട്ട് സംബന്ധിച്ചിടത്തോളം. ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞു, എന്നാലും അതുവരെ ഇനി ഈ വെഴുപ്പലക്കലങ്ങ് നിൽക്കും. ഇലക്ഷൻ എടുക്കുമ്പോൾ ഇവന്മാർ തമ്മിലടി അങ്ങ് തുടങ്ങും. അത് നിർബന്ധമാണ്, ഇവർക്ക് ചെയ്തേ പറ്റൂ. അങ്ങനെ ചെയ്താണ് ഈ നാട്ടിൽ ജനങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തത്. ഇവിടെ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ഭരണത്തിന് അതിനകത്ത് തലവെച്ച് കൊടുത്ത് ഇവിടുത്തെ ജനങ്ങൾ വളരെ കഷ്ടപ്പെടുകയാണ്. ആർക്കും ഈ ഭരണം തുടർന്നു കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം പൊതുജനത്തിനില്ല. ഇവർക്കുണ്ട്, അതേ ഉള്ളൂ. അത് ഈ CPM ഇടതുപക്ഷ മുന്നണിക്ക് കണ്ടേക്കും, അല്ലാതെ വേറെ ആർക്കും ഇങ്ങനൊരു അഭിപ്രായം കിട്ടത്തില്ല, ജനങ്ങൾക്ക് കിട്ടുകയില്ല. പക്ഷേ അതിന് അവർ ഒരു മറുമരുന്ന് നോക്കുമ്പോഴോ ഈ അടുത്ത അയലത്തെ വീട്ടിൽ വലിയ പ്രശ്നം ഒരു നിവൃത്തിയില്ല. അവിടുത്തെ കാരണം അവിടെ ജീവിക്കാൻ വയ്യ. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നാൽ ഇപ്പുറത്തെ വീട്ടിലോട്ട് വന്ന് ഇവരുടെ ഒരു സഹായം നേടാവുന്ന വന്നാലോ ഇവിടെ അടിയാ പരസ്പരം. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ജനങ്ങളുടെ ഓപ്ഷൻ എന്താണ്? ജനങ്ങൾ വിചാരിക്കും ഈ കാരണവരെന്തോ ചെയ്തോട്ടെ, ഇതങ്ങ് സഹിച്ചാൽ മതിയല്ലോ ഇയാളുടെ ജീവിതകാലം വരെ എന്ന ആളുകൾ കരുതും. ഇതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ അതല്ലാതെ ബാക്കിയൊന്നുമല്ല, ഇവരുടെ ഭരണനേട്ടം കൊണ്ടൊന്നുമല്ല ഇവർക്ക് ഭരണ തുടർച്ച കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ അത്രയും അഴിമതിയും കെടുകാര്യസ്ഥതയും ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഇടപാടും ഇത്രയും വിലക്കയറ്റവും ഒക്കെ ഉണ്ടായിട്ടും ആളുകൾ ഇതെന്താണെന്നറിയുമോ ഇവർ കൊണ്ടുവരുന്നതിൻ്റെ കാരണം? മറ്റേ സ്ഥലത്തോട്ട് പോകാൻ വയ്യ, ഇതിനപ്പുറത്തതാണ് മറ്റവന്മാർ, എന്തു ചെയ്യും? അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാളെ വെളിയിലോട്ട് പുറത്താക്കി, കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. അയാളുടെ നല്ല സ്വഭാവം കൊണ്ടാണ്. അയാൾക്ക് എല്ലാം വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം പരസ്പര സമ്മതത്തോടുകൂടിയുള്ള ലൈംഗിക ബന്ധം അങ്ങ് ഇഷ്ടം പോലെ ആളുകളുമായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഒരു പൊതുപ്രവർത്തകനാകാനോ രാഷ്ട്രീയ പ്രവർത്തകനാകാനോ കൊള്ളാത്ത ഒരാളായതുകൊണ്ടാണ്, അതുകൊണ്ടായിരിക്കുമല്ലോ ഇവർ പുറത്താക്കി. പേടിച്ചാണ് പുറത്താക്കിയത്, ജനങ്ങളെ പേടിച്ച് ഏതായാലും പുറത്താക്കി. ഇത് കഴിഞ്ഞാൽ പിന്നെ അയാളെ അങ്ങ് വിട്ടൂടെ? ഇവർ വിടത്തില്ല, കത്തിച്ച് നിർത്തണം. അതാണ് അവർക്ക് വേണ്ടത്. അതായത് ഈ ഇഷ്യൂ കെട്ടടങ്ങാൻ ഒക്കത്തില്ല. കാര്യം എന്താ, കെട്ടടങ്ങാൻ പാടില്ല. കെട്ടടങ്ങിയാൽ എതിർഭാഗത്തിന് ഇവരെ തോളെ കയറാനുള്ള മാർഗം കിട്ടത്തില്ലല്ലോ. അവർക്ക് ഏണിയാരി കൊടുക്കുക എന്നുള്ളതാണ് ഈ നേതാക്കളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഏതാണ്ട് ആദ്യമൊക്കെ ഒന്ന് അടങ്ങിയിരുന്നു. പക്ഷേ ഇന്നലെ ഇലക്ഷനുമായിട്ട് ആദ്യം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഒരു പ്രഖ്യാപനം, അത് KPCC പ്രസിഡൻ്റാണ്. കൊള്ളാം, നല്ല പ്രഖ്യാപനമാണ്. അതായത് ഇപ്പോൾ രണ്ടാമത് കൊടുത്ത ഒരു അതിജീവിതയുണ്ടല്ലോ, എല്ലാ അതിജീവിതമാരാണ് ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ കാണാനുള്ളതല്ല. അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊടുത്ത പരാതി എന്ന് പറയുന്നത് അത് വെൽ ഡ്രാഫ്റ്റഡ് ആണ്, ഒരു ലീഗൽ മൈൻഡ് ഇതിൻ്റെ പുറയിലുണ്ട് എന്ന് ഉള്ള രീതിയിൽ പറഞ്ഞു. അതങ്ങ് കളഞ്ഞാൽ പോരെ? അയാളത് വിളിച്ചു പറഞ്ഞു. ഒരു കാര്യമുള്ള അതിൽ പറഞ്ഞിട്ട് ഇത് വെൽ ഡ്രാഫ്റ്റഡ് ആയാൽ എന്താ, ഇൽ ഡ്രാഫ്റ്റഡ് ആയാൽ എന്താ, ഇയാൾക്ക് എന്താ ഉള്ളത്? അയാൾ കോൺഗ്രസ്സിലെ ആളല്ല. ഇപ്പോൾ ആ കോൺഗ്രസ്സിൽ ഇല്ലാത്ത ഒരുത്തനെ കുറിച്ച് കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റ് അഭിപ്രായം പറയേണ്ട വല്ല കാര്യമുണ്ടോ? എന്നാൽ ഇതങ്ങ് കളഞ്ഞാൽ മതിയല്ലോ. അത് വിടത്തില്ല.
ബാക്കിയുള്ള പട പോലെ അതിൻ്റെ പുറയിൽ അങ്ങോട്ട് തുടങ്ങി. ഉടനടി തന്നെ വി ഡി സതീശൻ വെൽ ട്രാഫിഡ് ആയാലും എന്താ കുഴപ്പം? അപ്പം ഏത് പരാതി കൊടുത്താലും അത് ശരിയായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യണം, അത് വളരെ ലീഗൽ മൈൻഡോട് കൂടി വേണം. ഈ സതീശനെ ആർക്കാണ്ട് നോട്ടീസ് മറുപടി അയച്ചപ്പോൾ അല്ല നോട്ടീസ് അയച്ചപ്പോഴോ ഒരു വക്കീലിനെ കൊണ്ടാണ് അയച്ചത്. സതീശൻ വക്കീലാണെങ്കിലും ഞാൻ വേറൊരു വക്കീലിനെ കൊണ്ട് അയപ്പിച്ചു എന്നൊക്കെ പറയും. ഇത് എടുത്തിട്ട് അലക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതുപോലെ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, അങ്ങോട്ട് ഇലക്ഷൻ അന്ന് പോയി വോട്ടും ചെയ്തു, ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർ എന്താണ് ചെയ്യുന്നത്? കോൺഗ്രസിലെ ഉള്ള സ്ത്രീലമ്പടന്മാരല്ലേ, മാർക്സിസ്റ്റ് പാർട്ടി സ്ത്രീലമ്പടന്മാരൊന്നും ഇല്ല. അതിലുള്ള ആളുകളെല്ലാം നല്ല സ്ഥാനത്ത് കൊണ്ടിരുത്തിയേക്കുക. സ്വന്തം ആഫീസിൽ പോലും എടുത്ത് പ്രതിഷ്ഠിച്ചിട്ടാണ് ഈ പറയുന്നത് ഇതുപോലെ സ്ത്രീലമ്പടന്മാർ, കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർ. അപ്പം മാർക്സിസ്റ്റ് ഈ സ്ത്രീലമ്പടന്മാരെന്ന് പറയുന്നത് കോൺഗ്രസ് ഒന്നും അല്ല, കമ്മ്യൂണിസ്റ്റ് എല്ലാത്തിലും ഉണ്ട്. ഈ ഞരമ്പ് രോഗികൾ ഒരുപാട് പേര് എല്ലാത്തിലും ഉണ്ട്. ഇതിനകത്ത് വേറെ ഏതാ സ്ത്രീലമ്പടന്മാർ കോൺഗ്രസ്സിലെ? ഈ രാഹുൽ മാങ്കൂട്ടമാണോ കോൺഗ്രസ് എന്ന് പറയുന്ന ആള്? അയാളിപ്പോൾ കോൺഗ്രസ്സിലില്ല. പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെയാണോ സ്ത്രീകളോട് പെരുമാറേണ്ടതെന്ന് ഇത് പറഞ്ഞാൽ കയറും തോന്നും ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാ പോയി ഓരോരുത്തരെ ബലാത്സംഗം ചെയ്യുന്നതെന്ന് തോന്നും, അല്ലെങ്കിൽ ഗർഭചിത്രം നടത്തുന്നതെന്ന് തോന്നും. ഇതെന്ത് ഈ മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. രാഷ്ട്രീയം കളിക്കാം. ഇതൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഈ പെണ്ണ് കേസ് എടുത്തിട്ട് പെരുമാറുന്ന പരിപാടി ഉണ്ടല്ലോ, അങ്ങ് നിർത്തണം നിങ്ങൾ. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ടൊന്നുമല്ല ഈ ജനങ്ങൾ തിരിച്ചു കൊണ്ടുവന്നത്, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അവർക്ക്. അതായത് ഞാൻ പറയട്ടെ, ഒരുപാട് കൊള്ളരുതാത്തവന്മാരുണ്ട്. അതിൽ ഏറ്റവും കൊള്ളരുതാത്തവന്മാരെ നോക്കി ആളുകൾ കളയും. അതിൽ നിന്ന് കൊള്ളരുതാത്തവനെ തന്നെ ഒരുത്തനെ എടുക്കുന്നത്. അത് വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ്, അല്ലാതെ ഇഷ്ടപ്പെട്ടുകൊണ്ടൊന്നും അല്ല. അത് ആദ്യം ചിന്തിക്കും, മനസ്സിലാക്കണം. അപ്പോൾ ഇതിന് പകരം എന്താണെന്നറിയുക, ഇത് ഈ സ്വന്തം വീട്ടിൽ കിടന്ന് അങ്ങ് അടി കൂടുക. വല്ല പ്രയോജനമുണ്ടോ ഈ ചെയ്തിട്ട്? ഈ തമ്മിലങ്ങ് അടി കൂടിയിട്ട് ഓരോരുത്തർ കയറി. എന്നിട്ട് ഇപ്പം എന്താ, ഇപ്പം രണ്ടഭിപ്രായം. എന്നിട്ട് അവിടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും കോൺഗ്രസിൽ ഭിന്ന അഭിപ്രായം. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതിൽ പിടിച്ച് നിർത്തേണ്ട കാര്യം എന്താ? വീണ്ടും ഈ ചർച്ചയിൽ അത് ഓരോരുത്തർ പുകഞ്ഞ ഉള്ളി പുറത്തുനിന്നൊക്കെ മുരളീധരനൊക്കെ പറഞ്ഞാൽ പിന്നെ അത് കളഞ്ഞാൽ പോരെ? പിന്നെ എല്ലാ ദിവസവും രാവിലെ മുതൽ ഇതെടുത്തു വെച്ച് എല്ലാ നേതാക്കളും, ഞാൻ ഒരു നേതാവെന്നല്ല, ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ലെന്നുള്ളേ ഉള്ളൂ, എല്ലാവരും എടുത്തു വെച്ച് പെരുമാറിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ആവശ്യം എന്താ ഉള്ളത്? അയാൾ വോട്ട് ചെയ്യാമെന്ന് അയാൾ വോട്ട് ചെയ്തിട്ട് പോയി, അത് പൊക്കോട്ടെ, അത് അയാൾക്ക് ജാമ്യം കിട്ടിയതുണ്ട്, പിന്നെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇത് അയാൾ അതുകൊണ്ട് നല്ലവരെ ഇനി ഇയാളുടെ വാലയിൽ തൂങ്ങി നടക്കാനൊക്കെ ഈ KPCC പ്രസിഡന്റും കുറച്ച് ആളുകളൊക്കെ ഉണ്ടല്ലോ KPCC ആയിട്ട് ബന്ധപ്പെട്ട, ഇവരൊക്കെ കൂടെ ഇനിയും ഇവനെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പാർട്ടി കുഴിയിലേക്ക് പോവും. കാരണം ജനങ്ങൾ കല്ല് പറക്കെറിയും നിങ്ങളെ, അതാദ്യം മനസ്സിലാക്കണം. ഈ കൊണ്ടുനടക്കാൻ പോകുന്നവന്മാരെ അയാളെ അങ്ങ് വിട്, കുറേ നാൾ കഴിയട്ടെ. അയാൾ ഇച്ചിരൂടെ പ്രായമായി വൃത്തിയായി അയാളെ ഒരു പെണ്ണും കെട്ടി കുടുംബമായിട്ടൊക്കെ ജീവിച്ചതിന് ശേഷം ഈ പണിയൊക്കെ നിർത്തുകയാണെങ്കിൽ അയാളെ പിടിച്ചും പാർട്ടി ചേർത്തോ, കുഴപ്പമില്ല. അല്ലാതെ ഇപ്പം തൽക്കാലം ഇയാളെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ കട്ടപ്പുക അങ്ങനെ കാര്യം. മാത്രമല്ല ഈ രാഷ്ട്രീയം മൊത്തം മലീമസമാവും. അത് ചെയ്യുന്നത് ശരിയല്ല. പിന്നെ പല നേതാക്കളും ഇതുപോലെ ഇരിപ്പുണ്ട്, രണ്ട് ഭാഗത്തും ഈ ആരോപണങ്ങൾ ഉള്ള സ്ത്രീകളുമായിട്ടുള്ള ബന്ധപ്പെട്ട ആരോപണങ്ങൾ, സ്ത്രീകളെ പീഡിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങളുള്ള ആളുകൾ ഇരുഭാഗത്തും ഇരിപ്പുണ്ട്. MLA-മാരായിട്ട് ഇരിപ്പുണ്ടല്ലോ, കൂടുതലത്തിന് നമ്മൾ പറയുന്നത്, അവരൊക്കെ ഉണ്ട്. അപ്പം ഇത് എടുത്ത് വിട്ട് ചർച്ച ചെയ്യുക നാണമില്ലേ നിങ്ങൾക്കൊക്കെ? മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് ഞാൻ ചോദിക്കുക, നിങ്ങൾക്ക് ഈ പെണ്ണ് വിഷയം അല്ലാതെ വേറെ ഒന്നുമില്ലേ സംസാരിക്കാൻ? ഇതങ്ങ് കേരളത്തിലൊക്കെ കാതലായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ശബരിമലയിലെ കൊള്ളയുണ്ട്, സ്വർണ്ണക്കൊള്ള. അത് അന്താരാഷ്ട്ര തലത്തിൽ പോകേണ്ട ഒരു കാര്യമായിട്ടുള്ളതാണ്. അതിൻ്റെ അന്വേഷണം ഇപ്പം മരവിപ്പിച്ച് വെച്ചേക്കാണ്. മരവിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിലോട്ട് അന്വേഷണം സമ്മതിക്കുകയല്ല, ആ രീതിയിൽ ഇരിക്കുകയാണ്. അപ്പം ഇനി ഇലക്ഷൻ ആയതുകൊണ്ട് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കണ്ട എന്ന് വിചാരിച്ച് അവർക്കൊരു നിർദ്ദേശം കൊടുത്തു കാണും അത്. പക്ഷേ ഇനിയെങ്കിലും അങ്ങ് വിടുക, ഇലക്ഷൻ കഴിഞ്ഞല്ലോ, അതിനെക്കുറിച്ച് അന്വേഷിക്കട്ടെ. ഇതിൻ്റെ പുറയിൽ സുഭാഷ് കപൂറിനെ പോലുള്ള ആളുകൾക്ക്
അന്താരാഷ്ട്ര ബന്ധമുള്ള ആളുകൾക്ക് ഇതിൻ്റെ പുറകിൽ ഇതിലുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണ്ടേ? ഏതോ കോടീശ്വരന്മാരുടെ കയ്യിൽ ഈ സാധനമൊക്കെ ഇരിപ്പുണ്ട്. ഈ സ്വർണ്ണപ്പാളിയൊക്കെ ആൻറ്റിക് വാല്യൂ ഉള്ളതാണ്, വളരെ ഡിവൈൻ വാല്യൂ എന്ന് പറയുന്ന വലിയ വാല്യൂ ആണ് അത്. 500 മുതൽ 1000 കോടി രൂപ വരെയൊക്കെ കിട്ടുന്നതാണ്. അതുകൊണ്ട് ഈ പോയ സ്വർണം അതിൽ നിന്ന് എടുത്ത് 4-5 അല്ലെ 4 കിലോ സ്വർണം അല്ലെ 2 കിലോ സ്വർണം എടുത്ത് ഉരുക്കി എടുത്ത് അത് കൊണ്ടുപോയി തിന്നാനൊന്നും അല്ല ഇതിൻ്റെ പുറകെ വന്നേക്കുന്നവർ. ഇവർ കോടിക്കണക്കിന് രൂപ അടിച്ചേക്കുന്നവന്മാരാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അത് 500 കോടി രൂപയെങ്കിലും അടിച്ചു കാണും ഏറ്റവും കുറവ്. കാരണം ആ രീതിയിലുള്ള കാര്യമാണ്. ഇത് മൊത്തം കൊണ്ടുപോയി വിറ്റിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഇനി അവിടെ അയ്യപ്പ ഭഗവാൻ അവിടെ ഇരിക്കുന്നത് ഒറിജിനലാണോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവരതുപോലും ചെയ്യും. ഈ ശബരിമലയെന്ന് പറയുന്നത് ഒന്നിച്ചെടുത്തുകൊണ്ട് പോകാക്കത്തില്ല. ഹനുമാനെങ്ങാണ് ഇവരുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ പണ്ട് മരുത്തോമല എടുത്തുകൊണ്ട് പോയില്ലേ എന്ന് പറയുന്നത് പോലെ ഇത് എടുത്തുകൊണ്ട് പോയനെ മൊത്തം കൂടെ. ആ രീതിയിൽ എടുത്തുകൊണ്ട് പോയനെ. അത് നിവൃത്തിയില്ലാത്തതുകൊണ്ട് എടുത്തുകൊണ്ട് പോകാത്തത്. അതല്ലാതെ ഈ കൊള്ളക്കാരുടെ കാര്യം ആദ്യം അന്വേഷിക്കട്ടെ, എന്നിട്ട് പറ പെണ്ണ് വിഷയം. പെണ്ണ് വിഷയമല്ല ഇവിടെ വേണ്ടത്, അതങ്ങ് വിട്ടോളൂ പെണ്ണ് വിഷയം. എന്നിട്ട് ജനങ്ങളുടെ കാതലായ പ്രശ്നങ്ങളിലേക്ക് വരണം, അതാ വേണ്ടത്. അതിനെവരാരും നിൽക്കത്തില്ല. കാരണം ഇവർക്ക് അതൊന്നുമല്ല വേണ്ടത്. ജനങ്ങളുടെ ശ്രദ്ധ ഇതിൽ നിന്നൊക്കെ തിരിക്കണം. അതിനാ രാഹുൽ ഈശ്വറെ പിടിച്ച് അകത്തിട്ട് ഇനിയെങ്കിലും അയാളെ അങ്ങ് പറഞ്ഞു വിട്. അയാൾ എന്തോ ചെയ്തിട്ടാണ് അയാളെ അകത്തിട്ടേക്കുന്നത്. ഇതേപോലെ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടി, ഇനി പുതിയ പെണ്ണ് കേസ് ഇനി വരും എന്നുള്ള ഒരു ധ്വനി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇനിയും വരാമെന്ന് കാണുമായിരിക്കും, ഇല്ലെന്ന് പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കയ്യിൽ നിന്നുള്ള ആ പിടി അങ്ങ് വിട്, അതങ്ങ് വിട്ടേക്ക്.